മോസ്റ്റ് സോൾഡ് ഔട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. ഗൂഗിൾ റേറ്റിംഗ് ആണെങ്കിലോ 4.7, 15K റിവ്യൂസും ഫുഡിന്റെ ഫോട്ടോസും പ്രസന്റേഷനും ഒക്കെ കിടില്. എന്നാ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ബാംഗ്ലൂരിലാണ് ഈ ഒരു റെസ്റ്റോറന്റ് വരുന്നത്. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ കയറി ഇരുന്നപ്പം മെനുവിനേക്കാൾ ആദ്യം വന്നത് ഈ കിളിക്കൂടാണ്. കോക്കനട്ട് ക്രീമും മാംഗോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്മോൾ അപ്പറ്റൈസർ. ഇത് അവരുടെ സൈഡിൽ നമുക്ക് ഫ്രീ തരുന്ന കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷെ ആൾക്ക് ഓക്കേഷായിരുന്നു. മെനു കൊണ്ട് തന്നപ്പോഴാണെങ്കിലോ ഭയങ്കര കൺഫ്യൂഷൻ. ഇതിലിപ്പോ എന്താ ഓർഡർ ചെയ്യാ? ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. ചിലതിന്റെ ഒക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. എന്നാലും ഞങ്ങൾ ഏകദേശം മറിച്ച് നോക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു. ഇത് അവിടുത്തെ ഒരു സ്റ്റാഫ് അവന് കൊണ്ടു തന്നതാണ്. ടേബിൾസ് ഒക്കെ ഫുള്ളാണ്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. അധികം വൈകാതെ പാലക് ചാട്ട് എത്തി. എല്ലാ ഐറ്റംസും അവർ തന്നെ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്ത് തരും കേട്ടോ. പാലക്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചാട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നി. സൂപ്പർ ആയിരുന്നു. അടുത്ത ഐറ്റം ജിലേബി ചാട്ട്. ഷുഗർ സിറപ്പി ട്രിപ്പ് ചെയ്യാതെ സാധാരണ ജിലേബി വറുത്തെടുത്തിട്ട് അതിന്റെ മുകളിൽ ഒരു ചാട്ട്, അത്രേ ഉള്ളൂ. പനീറിന്റെയും ബ്രോക്കലിയുടെയും ടിക്കാസ് വെച്ച് പറഞ്ഞിരുന്നു, അതും എത്തി. രണ്ടിനും ഒരു എബവ് ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ എക്സാക്ട് പേര് ഞാൻ മറന്നുപോയി. ക്ലൗഡ് ചാട്ട് എന്നോ മറ്റോ ആണ് പേര്. മെയിൻ ആയിട്ട് വരുന്നത് ദഹിയാണ്. അതിന്റെ അകത്ത് ആ സ്പൈസി ആൻഡ് സ്വീറ്റ് സോസസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് ഇച്ചിരി കൂടെ ആവായിരുന്നു എന്ന് തോന്നി. ഇത് രാജ്മ വെച്ചിട്ടുള്ള ഒരു കബാബ് പോലത്തെ സംഭവട്ടാ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ സോസസും ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മെയിൻ കോഴ്സിന് ഓർഡർ ചെയ്തത് പറാത്താസും പിന്നെ 2-3 കറീസും പിന്നെ ഒരു തായ് കറിയൊക്കെയാണ്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പറാത്താസ് നല്ലായിരുന്നു. കറീസിനൊക്കെ ഒരു ആവറേജ് ടേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു പ്രീമിക്സ് വെച്ച് ചെയ്തൊരു ഫീലൊക്കെ തോന്നി. ഇതാണ് തായ് ഡിഷ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഇന്ത്യൻ ക്വിസിൻ തന്നെയാട്ടോ ഇഷ്ടം. നമ്മുടെ ടേബിളിൽ മാത്രമല്ല, അടുത്ത ടേബിളിൽ എന്താ കൊണ്ടുതരുന്നതെന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു. നല്ല ഡ്രിങ്ക്സ് ആയിരുന്നു എല്ലാം. എസ്പെഷ്യലി പ്രസന്റേഷൻ എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഡെസേർട്ട് കഴിക്കാനുള്ള വയറ് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഡെസേർട്ട് ഒന്നും ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. ബില്ല് കൊണ്ട് തന്നത് മറ്റൊരു രസകരമായ ക്ലിക്കൂഡിലാട്ടോ. അത് കണ്ട് ബില്ലൊക്കെ നോക്കാൻ പോകുമ്പോഴേക്കാണ് അപ്പുറത്തെ ടേബിളിൽ ഹാപ്പി ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ നടക്കുന്നു. കൽക്കണ്ടവും പെരിഞ്ചീരകവും ഒക്കെ തന്നെ. എന്നാലും അതൊന്ന് തുറന്നു നോക്കുമ്പോൾ ഒരു മനസുഖം. പിന്നെ ബില്ല് കണ്ട് തല ഇറങ്ങിയോണ്ട് ബില്ലിന്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ ഈ റെസ്റ്റോറന്റ് വിസിറ്റ് ചെയ്യോ? മറ്റു വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.